1979 1,00,000 സ്ത്രീകളാണ് ടെഹ്റാനിലെ തെരുവുകളിലൂടെ ഹിജാബിനെതിരെ സമരം ചെയ്തത്. 1,00,000 സ്ത്രീകൾ. ഇന്ന് 2023 മാർച്ച് 8 വീണ്ടും വനിതാ ദിനം. അന്ന് ഒരു വനിതാ ദിനത്തിലായിരുന്നു. വനിതാ ദിനം ആഘോഷിക്കുമ്പോഴും അതേ കണക്ക് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ കണ്ണീരും കയ്യുമാണ് ഇറാനിൽ നടക്കുന്നത്. ഇറാനിൽ എന്താണ് നടക്കുന്നത്? ഒരു മതഭരണം വന്നതോടുകൂടി അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും സ്വാതന്ത്ര്യം, അവരാദ്യം വിചാരിച്ചു, അവരൊരു അന്ധത കൊണ്ട് വിചാരിച്ചു അവർക്ക് എന്തോ വലിയൊരു ഒരു ഗുണം കിട്ടാൻ പോവുകയാണെന്ന്. ഇപ്പൊ തന്നെ എത്ര ആയിരം ആൾക്കാരാണ് അവിടെ ജയിലിൽ കിടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഇപ്പോഴും ആ സമരം എങ്ങും എത്തുന്നില്ല. ഉരുക്കൂഷ്ടി വെച്ചുകൊണ്ട് സ്വന്തം ജനതയ്ക്കെതിരെ തേർവാഴ്ച നടത്തുകയാണ് മതഭരണകൂടം. ഒരുപക്ഷെ ഇസ്ലാമിക മതഭരണകൂടം എല്ലാ അർത്ഥത്തിലും വിളങ്ങുന്ന ഒരു സ്ഥലം ഇറാനാണ്, മറ്റൊന്ന് അഫ്ഗാനിസ്ഥാനാണ്. ആ മതഭരണകൂടത്തിന്റെ നിയമങ്ങൾ, മാനദണ്ഡങ്ങളൊക്കെ പറഞ്ഞു. എന്താണ്? വിമാനത്തിൽ കയറി ടേക്ക് ഓഫ് ചെയ്യുന്ന വിമാനങ്ങളിലേക്ക് ചാടി പിടിക്കാൻ പാവപ്പെട്ട മനുഷ്യര് പുറകെ ഓടുന്ന, അതിനെ കാരണമുണ്ടാക്കുന്ന ഭരണം. വല്ലാത്ത ഭരണമാണിത്. ഇങ്ങനെ ഒരു ഭരണം സംഭാവന ചെയ്യാൻ ഇസ്ലാമിന് മാത്രമേ കഴിയൂ എന്നാണ്